കൗമാര കേരളത്തിന്റെ കലാമാമാങ്കത്തിന് തൃശൂരിന്റെ മണ്ണിൽ ആവേശകരമായ കൊടിയിറക്കം. 5 ദിവസം നീണ്ടുനിന്ന കലയുടെ പൂരത്തിന് സാംസ്കാരിക നഗരി സാക്ഷ്യം വഹിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ തൃശൂർ ഒരു വലിയ വേദിയായി മാറുകയായി. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലാമേളയുടെ 64ാമത് പതിപ്പിന് സമാപനമാകുമ്പോൾ കേരളത്തിന്റെ വടക്കേ അറ്റത്തു നിന്നെത്തിയ കലയുടെ കരുത്തുമായി കണ്ണൂർ വീണ്ടും സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ടിരിക്കുകയാണ്. 1023 പോയിന്റുമായാണ് കണ്ണൂർ 1ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയത്. 2ാം സ്ഥാനത്തുള്ള തൃശൂരിന് 1018 പോയിന്റും 3ാം സ്ഥാനക്കാരായ കോഴിക്കോടിന് 1013 പോയിന്റുമാണ് നേടാനായത്. ജില്ലയിലെ കലാപ്രതിഭകളുടെ കഠിനാധ്വാനത്തിന് ലഭിച്ച ഈ വിജയത്തോടെ കണ്ണൂർ വീണ്ടും കേരളത്തിന്റെ കലോത്സവത്തിലെ അഭിമാന നേട്ടം പിടിച്ചെടുത്തിരിക്കുകയാണ്. സ്കൂളുകളുടെ കാര്യത്തിൽ ആലത്തൂർ ഗുരുകുലം HSS ആണ് മുന്നിലെത്തിയത്. ആദ്യ ദിനം മുതൽ തന്നെ പോയിന്റ് പട്ടികയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. കണ്ണൂരും ആതിഥേയരായ തൃശൂരും തമ്മിലുള്ള പോരാട്ടം അവസാന നിമിഷം വരെ നീണ്ടുനിന്നു. ഓരോ വേദിയിൽ നിന്നും ലഭിക്കുന്ന പോയിന്റുകൾ മാറിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ സ്ഥിരതയാർന്ന പ്രകടനങ്ങളിലൂടെ കണ്ണൂർ 1ാമതെത്തി. ഇതൊരു ചരിത്ര നിയോഗമാണ്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത് കഠിനാധ്വാനത്തിന്റെ വിജയമാണ്. ശാസ്ത്രീയ നൃത്തങ്ങളിലും ഗ്രൂപ്പ് ഇനങ്ങളിലും കണ്ണൂർ നേടിയ ആധിപത്യം അവർക്ക് തുണയായി. 1000ഓളം വരുന്ന പ്രതിഭകളുടെ കൂട്ടായ പരിശ്രമമാണ് ഈ 117 പവൻ സ്വർണ്ണക്കപ്പ് കണ്ണൂരിലേക്ക് വീണ്ടും എത്തിച്ചിരിക്കുന്നത്. ജില്ലയിലെ ഓരോ വിദ്യാലയങ്ങളും അധ്യാപകരും രക്ഷിതാക്കളും നൽകിയ വലിയ പിന്തുണ ഈ വിജയത്തിന്റെ പിന്നിലുണ്ട്. തൃശൂരിന്റെ കരുത്തിനെ മറികടന്നുകൊണ്ട് കിരീടം നിലനിർത്തുക എന്നത് നിസ്സാരമായ കാര്യമല്ല. 2ാം സ്ഥാനത്താണെങ്കിലും ആതിഥേയരായ തൃശൂർ നൽകിയ പോരാട്ടം എടുത്തു പറയേണ്ടതാണ്. സാംസ്കാരിക നഗരിയിൽ കലോത്സവം നടന്നപ്പോൾ നഗരം മുഴുവൻ കലോത്സവ ലഹരിയിലായിരുന്നു. സംഘാടന മികവിൽ തൃശൂർ 100ൽ 100 മാർക്കും നേടി. വേദികളിൽ നിറഞ്ഞു കവിഞ്ഞ ജനക്കൂട്ടം തൃശൂരുകാരുടെ കലാസ്നേഹത്തിന്റെ തെളിവാണ്. അവസാന നിമിഷം വരെ കണ്ണൂരിന് വലിയ വെല്ലുവിളി ഉയർത്താൻ തൃശൂരിന് കഴിഞ്ഞു. പോയിന്റ് നിലയിൽ നേരിയ വ്യത്യാസം മാത്രമാണ് ഇരു ജില്ലകളും തമ്മിലുണ്ടായിരുന്നത്. 64ാം സംസ്ഥാന സ്കൂൾ കലോത്സവം അതിന്റെ വ്യത്യസ്തമായ സംഘാടനം കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ടു. പരിസ്ഥിതി സൗഹാർദ്ദമായ ഗ്രീൻ പ്രോട്ടോകോൾ, രുചികരമായ ഭക്ഷണം വിളമ്പിയ ഊട്ടുപുരകൾ, ജനത്തിരക്ക് നിയന്ത്രിച്ച പോലീസ് സേന, സന്നദ്ധ പ്രവർത്തകർ എന്നിവരെല്ലാം ഈ മേളയുടെ വിജയത്തിന് കാരണമാണ്. ലോകത്തിന് തന്നെ മാതൃകയായ രീതിയിലാണ് കേരളം ഈ കലോത്സവം നടത്തിയത്. സമാപന വേളയിൽ നടൻ മോഹൻലാലും പ്രതിപക്ഷ നേതാവ് VD സതീശനും കൂടി വേദിയിൽ എത്തിയപ്പോൾ കലോത്സവ മാമാങ്കത്തിന് ഒന്നുകൂടി മാറ്റുകൂടി. തൃശൂരിലെ വേദികളിൽ നിന്നും ലൈറ്റുകൾ അണയുമ്പോൾ ചിലർ വിജയത്തിന്റെ ആവേശത്തിലും ചിലർ പരാജയത്തിന്റെ സങ്കടത്തിലുമായിരിക്കാം. എന്നാൽ ഇത് കലയുടെ ആഘോഷമാണ്. ഇവിടെ തോൽക്കുന്നത് കലയല്ല, മറിച്ച് പുതിയ പ്രതിഭകൾ ജനിക്കുകയാണ് ചെയ്യുന്നത്. തൃശൂർ കൈമാറിയ ആവേശം ഇനി അടുത്ത കലോത്സവ നഗരിയിലേക്ക് പടരും. കണ്ണൂർ സ്വർണ്ണക്കപ്പുമായി മടങ്ങുമ്പോൾ കേരളം കാത്തിരിക്കുന്നത് അടുത്ത വർഷത്തെ കലയുടെ പുതിയ ലഹരിക്കായിട്ടാണ്.